എന്നാൽ ഏതായാലും ഞാൻ അന്ന് എല്ലാവർക്കും പൊതുവേ കഷ്ടപ്പാടുള്ളൊരു സമയമാണ്. കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കൊരു ഡോക്ടറായിട്ട് ഉമ്മ അങ്ങനെ വരുമ്പോൾ എൻ്റെ തലവട്ടം കാണുമ്പോൾ അപ്പോൾ കിട്ടി. ഞങ്ങളത് വായിച്ച് ഞാനൊക്കെ ഒരുപാട് കരഞ്ഞു, നിസ്കാരത്തിലൊക്കെ കരഞ്ഞു. നാട്ടിന് പുറങ്ങളിൽ ICU സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹാരിസൺ മില്ലർ തുടങ്ങി സന്തോഷം തേടിയിട്ടാണ് ഈ ലഹരിയുടെ പുറകെ പോകുന്നതെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ലഹരിയാണ് നിങ്ങളുടെ സന്തോഷമെങ്കിൽ സത്യത്തിൽ ലഹരി എന്ന് പറയുന്നത് അതല്ല. എൻ്റെ അമ്മ നടക്കുന്ന അത്ഭുതമാണ് എന്ന് പറഞ്ഞത് ലിയോനാർഡോ ഡികാപ്രിയോ ആണ്. അതെ, അമ്മ എന്നും ഒരു വിസ്മയം തന്നെയാണ്. ശൂന്യതയിൽ നിന്ന് പലതും കെട്ടിപ്പടുക്കുന്ന, മരുഭൂമിയിൽ മഴ പെയ്യിക്കുന്ന, ഒരു പൂ വേണ്ടെടുത്ത് വസന്തം വിരിയിക്കുന്ന മഹാത്ഭുതം. ഒന്നുമില്ലായ്മയിൽ നിന്ന് മക്കളെ കൈപിടിച്ച് അറിവിൻ്റെ മഹാലോകം കാട്ടിക്കൊടുത്ത ഒരു ഉമ്മയാണിത്. ജീവിതയാത്രക്കിടയിൽ അപ്രതീക്ഷിതമായി കൂട്ട് നഷ്ടപ്പെട്ടുവെങ്കിലും ഇടറാതെ പതറാതെ ജീവിതം കെട്ടിപ്പടുത്തവർ. ശീലമില്ലാത്ത പണികൾ ചെയ്തും അഹോരാത്രം കഷ്ടപ്പെട്ടും ജീവിതം തുന്നിയെടുക്കുമ്പോൾ അവർക്ക് മുന്നിൽ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: നല്ല വിദ്യാഭ്യാസവും സംസ്കാരവും കൊടുത്ത് മക്കളെ സമൂഹത്തിനുതകുന്ന പൗരന്മാരായി വാർത്തെടുക്കുക എന്നതായിരുന്നു അത്. അതിൽ ആ ഉമ്മ വിജയിച്ചു. ചായയും ചെറു പലഹാരങ്ങളും ഉണ്ടാക്കി വിറ്റ് ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനിടയിലാണ് നനച്ചിരിക്കാതെ ക്ഷയരോഗത്തിൻ്റെ TBയുടെ രൂപത്തിൽ മരണം ഭർത്താവിനെ തട്ടിയെടുത്തത്. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ ജനനി വിധിക്കൊപ്പം നടന്നു. ഓടി തളർന്നിട്ടും വീണു പോവാതെ, കിതച്ചിട്ടും കുതിപ്പ് നിർത്താതെയുള്ള ഉമ്മയുടെ കഠിന പ്രയത്നം അത്രമേൽ മക്കൾ മനസ്സിലാക്കി. അവരുടെയും ലക്ഷ്യം ഉമ്മയുടെ സന്തോഷമായിരുന്നു. അതിനുവേണ്ടി വിജയിച്ചേ പറ്റൂ. ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലും അവർ വിജയം കണ്ടു. എല്ലാവരും ആരോഗ്യരംഗത്തും അനുബന്ധ മേഖലകളിലും തങ്ങളുടേതായ ഇടം കണ്ടെത്തി. അവിടെ ഒന്നാമതായി. എല്ലാ തിരക്കുകളും ഒഴിഞ്ഞ് ഉമ്മ വിശ്രമവേളയിലാണെങ്കിലും ഓടി നടന്ന് മക്കളുടെ തിരക്കുകളിൽ ഭാഗമാവുന്നുണ്ട്. പേരക്കുട്ടികളുടെ വാത്സല്യനിധിയായ ഉമ്മുമ്മയായി അവരുടെ ആക്ടിവിറ്റികളിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. ഇന്നും നെടുംതൂണായി ആ കുടുംബത്തെ താങ്ങി നിർത്തുന്നുമുണ്ട്. അതുകൊണ്ടാണല്ലോ മക്കൾ ആദരിക്കപ്പെടുന്ന ഓരോ വേദികളിലും ആ ഉമ്മ അത്രമേൽ അഭിമാനത്തോടെ ആനയിക്കപ്പെടുന്നത്. ഈ ഭൂമിയിൽ നാം ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക്, ഓരോ ഉയർച്ച താഴ്ചയിലും തന്നോടൊപ്പം നിലകൊള്ളുന്ന ജനനിക്ക്, സ്വർഗം കാൽക്കീഴിൽ എന്ന് പ്രവാചകൻ വാഴ്ത്തിയ പ്രിയ മാതാവിന് മക്കളുടെ സ്നേഹവും പ്രാർത്ഥനയുമല്ലാതെ വേറെന്ത് പ്രതിഫലമാണ് ഭൂമിയിൽ നിന്ന് കിട്ടാനുള്ളത്? എല്ലാ സന്തോഷത്തിനുമിടയിലും ആ അമ്മ മനസ്സ് നീറുന്ന ഒന്നേയുള്ളൂ: ഈ സൗഭാഗ്യങ്ങളൊന്നും കാണാതെ അനുഭവിക്കാതെ നേരത്തെ പോയ ഭർത്താവിൻ്റെ ഓർമ്മ. നാഥൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥന കൊണ്ട് അതിനെയും നേരിടുകയാണ് ഈ ഉമ്മ, എൻ്റെ ഉമ്മമ്മ. വൈറൽ വീഡിയോയിൽ നമ്മൾ കണ്ട ഡോക്ടർ റഫീഖ് പിയെയും കുടുംബവുമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഹായ് ഓൾ, ലെറ്റ്സ് വെൽക്കം. അന്ന് കഷ്ടപ്പാടൊക്കെ തന്നെ അതിനും പഠിപ്പിക്കാനൊക്കെ. എന്നാൽ ഉന്നത വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. എന്നാൽ ഏതായാലും ഞാൻ അന്ന് എല്ലാവർക്കും പൊതുവേ കഷ്ടപ്പാടുള്ളൊരു സമയമാണ്. നാട്ടിലും കുടുംബക്കാർക്കും ഒക്കെ തന്നെ നല്ല കഷ്ടപ്പാടുള്ളൊരു സമയമാണ്. എന്നാൽ ഞാൻ നല്ല മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ എന്ത് പണിയെടുക്കാൻ തയ്യാറായി. കൂലിപ്പണിയൊക്കെ എടുത്ത് അവരെ പഠിപ്പിച്ചു. ഇപ്പൊ നല്ല നിലയിൽ അൽഹംദുലില്ലാ റാഹത്തായി. ഞങ്ങള് നല്ല സന്തോഷത്തിൽ കയ്യെന്ന് അങ്ങനെ എത്തി എന്ന് തന്നെ പറയാം. ചെറുപ്പം മുതലേ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമ്മളിവിടെ ക്ലിനിക്ക് ഉണ്ട്. ആ ക്ലിനിക്കിൽ ആ ഡോക്ടറെ കാണുമ്പോൾ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കൊരു ഡോക്ടറാണെന്ന്. കാരണം അദ്ദേഹത്തിന് നമ്മളൊക്കെ കൊടുക്കുന്ന റെസ്പെക്ട് ഉണ്ടല്ലോ, അത് ഒരു അസൂയോടുകൂടി ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം എപ്പോഴും ഞാൻ ചെറുപ്പത്തിലെ സ്കൂളിലെ ക്ലാസ്സുകളിലൊക്കെ ഇങ്ങനെ എഴുതായിരുന്നു ഡോക്ടർ റഫീഖ് എന്നൊക്കെ എഴുതായിരുന്നു. അപ്പൊ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ വേറൊരു ഇതിന്റെ ഒരു മോട്ടിവേഷൻ എന്താ വെച്ചാല്, അത് ഞാൻ ഉമ്മനെ കണ്ടിട്ട് എന്നാന്ന് പറയാം. എന്താ വെച്ചാല് എനിക്ക് ഉറപ്പായിരുന്നു എനിക്കൊന്നും ഒരു ദിവസം പോലും ഇതുപോലത്തെ ഒരു കഷ്ടപ്പെട്ട ജോലിക്ക് പോകാനൊന്നാവില്ല. അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട ജോലിക്ക് പോകേണ്ട ഒരു ഗതികേട് ഉണ്ടാവരുതെങ്കിൽ, ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിച്ച് എവിടെയെങ്കിലും എത്തിയേ പറ്റുള്ളൂ എന്നറിയാം. അതുകൊണ്ട് നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ പഠിച്ചു വരാം. ഈ നിങ്ങളിപ്പോ പറയണ്ടല്ലോ ഈ പ്രതിസന്ധി ഘട്ടം എന്നൊക്കെ പറയും. ഈ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നത്തെ കാലത്തൊക്കെ അത് കോമൺ ആയിരുന്നു. എല്ലാ വീടുകളിലും എല്ലാവർക്കും സ്ഥിതി ഇത് തന്നെയായിരുന്നു. പക്ഷെ ആ അവസരത്തിൽ നമുക്ക് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ, ബുദ്ധിമുട്ടുകളില്ല വെച്ചാൽ സാമ്പത്തികം എന്നുള്ള വെച്ചാൽ ബാക്കി കുടുംബത്തില്
പഠിക്കാനുള്ള ബാക്കി എല്ലാ ആംബിയൻസും ഉണ്ടായിരുന്നു എന്നാണ് പറയാം. കാരണം ഉമ്മക്കും വാപ്പക്കും ഒക്കെ ആയാലും നമ്മളെ സ്കൂളും വിദ്യാഭ്യാസവും എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു വിൽ പവർ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിച്ചു. കഷ്ടപ്പെട്ടെങ്കിലും എവിടെങ്കിലും എത്തിയാലേ ഭാവിയിലേക്ക് നന്നായി ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു ബോധം അന്ന് ചെറുപ്പകാലത്ത് നമുക്ക് മനസ്സിലുണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ ആയിട്ടുള്ളത്. ഓർത്തെടുക്കാൻ അന്നത്തെ കാര്യങ്ങളിൽ ഓർത്തെടുക്കാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓർത്തെടുക്കാനുണ്ട്. അന്നത്തെ കാര്യങ്ങളന്ന് മറക്കാനാവാത്ത കുറെ ഓർമ്മകളന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും അതിൽ കുറച്ചും കൂടെ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് അന്ന് ഉണ്ടായിരുന്ന ഒരു ഒരു സന്തോഷം, ആ ഒരു കഷ്ടപ്പാടിനിടയിലും ഫ്രീക്വന്റ് ആയിട്ട് ഞങ്ങൾ അനുഭവിച്ച ഒരു സന്തോഷത്തിന്റെ ഒരു കാര്യം പറയാം. അതായത് ഉമ്മ വൈകുന്നേരം പണി വെച്ച് വരുന്ന സമയത്ത്, പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഏതാണ്ട് ഒരു 6:30 ആ സമയമാവും. ആ സമയത്ത് നമ്മൾ പിന്നെ ഞാനും താത്തയും പെങ്ങളും ഉണ്ടാവും വീട്ടിൽ. അനിയൻ നാസറും ഉണ്ടോയെന്നൊരു സംശയമുണ്ട്, ഞാനിപ്പോൾ ഓർക്കുന്നില്ല എത്ര ആളുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേര് ഉണ്ടെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെയാണുമ്പോൾ ഞങ്ങൾ ആ 3 പേരും കൂടെ പിന്നെ തേക്കിലോട്ട് പോകാന്ന് പറയും. അവിടെ ഒരു ഞങ്ങളെ വീടിന്ന് കുറച്ചൊരു ഇടവഴിയുണ്ട്. ഇടവഴി കുറച്ച് പോയി കഴിഞ്ഞാൽ ഒരു കുളിക്കടവുണ്ട്. ആ കുളിക്കടവിലേക്ക് ഇറങ്ങുന്ന ആ ഭാഗത്ത് തേക്കുണ്ട്. അതിന്റെ ചോട്ട് പോകാന്നാ പറയാ. അതിന്റെ ചോട്ട് പോയിരുന്നാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൂരെ 100-300 മീറ്റർ അകലെ നിന്ന് നമ്മ പണി വെച്ച് വരുന്ന കാണാം. അവിടുന്ന് അമ്മനെ കാണാൻ പോകുന്നതാണ്. അപ്പോ എല്ലാ ശനിയാഴ്ചയാണ് പണി കൂലിയായിട്ട് വരിക. ആ ശനിയാഴ്ച നമ്മൾ ഇങ്ങനെ അവിടെ പോയി നിൽക്കും. പോയി നിൽക്കുന്ന എന്താ വെച്ചാല് ഉമ്മൻ്റെ അടുത്ത് കുറെ പൊതികൾ ഉണ്ടാവും. സുഗീന് ഒന്ന് ഒരു കൽപ്പക ഹോട്ടലിലത്തെ ഒരു പൊറോട്ട പ്രത്യേകത ഉണ്ട്. അതിനൊരു വലിപ്പം കൂടുതലുള്ള പൊറോട്ടയാണ്. ആ പൊറോട്ടയൊക്കെ ആയിട്ട് ഉമ്മ അങ്ങനെ വരും. അതിന്റെ തലവട്ടം കാണുമ്പോൾ അപ്പോൾ ഒരു സന്തോഷമുണ്ട്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ അങ്ങനത്തെ ഒരു സന്തോഷം നമുക്ക് കിട്ടില്ല. ആ സമയത്ത് നമുക്കൊരു അങ്ങനത്തെ ഒരു നല്ല ഭക്ഷണങ്ങൾ അങ്ങനെ കിട്ടുന്നത് വളരെ കുറവായിരുന്നു. അപ്പം ഈ ശനിയാഴ്ചക്ക് വേണ്ടി നമ്മളിങ്ങനെ കാത്തിക്കാൻ ഉമ്മ പണി വെച്ച് വരുമ്പം ആ സുഗീനും പൊറോട്ടയൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ഇന്നും അതിന്റെ ഒരു രുചി ഇപ്പോഴും നാവിലുണ്ടെന്ന് വേണേൽ പറയാം.